Hi friends, I am Ahmed PV. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് മീറ്റിങ്ങുകളും മറ്റും കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ആപ്പാണ് Zoom എന്നൊരു ആപ്ലിക്കേഷൻ. ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടും അതുപോലെ തന്നെ ഈ ആപ്പിൽ ചില സമയത്ത് വോയിസ് കേൾക്കുന്നില്ല, ചില സമയത്ത് വീഡിയോ ക്ലിയർ ആകുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഒരു വ്യത്യസ്തത യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ നേരിടാറുണ്ട്. എന്നാൽ നമ്മുടെ ഗൂഗിൾ ഡോ അതുപോലെ തന്നെ വാട്സപ്പ് കോളുകളിലെല്ലാം ഇത്തരത്തിലുള്ളൊരു ഒരുപാട് പേര് ഒരുമിച്ച് വീഡിയോ കോൾ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വന്നാൽ നന്നായിരുന്നു എന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ഗൂഗിൾ ഡുവോ എന്ന ഈ ഒരു ആപ്പിൽ 12 ആൾക്കാരെ ഒരുമിച്ച് വിളിക്കാനുള്ള ഒരു ഫീച്ചേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ വീഡിയോ കോൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഗൂഗിളിൻ്റെ പ്രത്യേകത, അവർ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു ടെക്നോളജി ആയിട്ട് വലിയ അറിവില്ലാത്ത ആൾക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അവർ ഓരോ ആപ്പും അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഗൂഗിൾ പേ. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിയൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എമൗണ്ട് സ്വീകരിക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിൽ വെൽക്കം ബോണസ് എല്ലാം തരുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ പേയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഇവിടെ കാണുന്ന ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിതിന് മുന്നിൽ കുറച്ച് പഴയ വീഡിയോ ആണ്, അതുകൊണ്ട് ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും അതിലെങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളൊരു സ്റ്റെപ്പൊക്കെ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൂഗിൾ പേയിൽ ജോയിൻ ചെയ്യാമെന്ന് കാണാം. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാൽ ഗൂഗിൾ ഡുവോ ആണ്. അപ്പോൾ ഗൂഗിൾ ഡുവോയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും ഓൾറെഡി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പല ഫോണുകളിലും ഗൂഗിൾ ഡുവോ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. കാരണം ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാൻ തന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി എത്രത്തോളം ആണെന്നും, അതുപോലെ തന്നെ 8 ആൾ അല്ലെങ്കിൽ 12 പേര് ഒരുമിച്ച് എങ്ങനെ കോൾ ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ ഡുവോ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു റെഡ്മി ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഗൂഗിൾ എന്ന ഈ ഒരു ഫോൾഡറിൽ ഈ ഡുവോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് എന്തെല്ലാം നോക്കാം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഫീച്ചറാണ് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കോളിങ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുമിച്ച് നമുക്ക് 12 പേരെ വരെ നമുക്ക് വിളിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഇതാണ്, 12 പേരെ വെച്ച് നമുക്ക് ഒരുമിച്ച് വീഡിയോ കോൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ മെസ്സേജസ് ഷെയർ ചെയ്യാം. അതായത് നമ്മൾ വാട്സപ്പിലെല്ലാം വീഡിയോ മെസ്സേജസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് അവർക്ക് നമ്മുടെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യാം. പിന്നെ നമ്മളെ പ്രൈവസിക്ക് വലിയൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എൻക്രിപ്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും അവർ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാക്കർമാർക്കൊന്നും നമ്മുടെ വീഡിയോസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡിൽ, iOSൽ, അതുപോലെ തന്നെ ടാബ്ലറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർവ്യൂസാണ് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുക. നമുക്കിവിടെ താഴോട്ടേക്ക് സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ കോൺടാക്ട്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആരോ കോൺടാക്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് എ വീഡിയോ കോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് 12 ആൾക്കാരെ വെച്ച് എങ്ങനെ വീഡിയോ കോൾ ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് കാണുന്ന തന്നെ ഓപ്ഷനായ ക്രിയേറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആരൊക്കെയാണോ ഇതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അതൊക്കെ അത്ര വരെ നമുക്കിതിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ 12 പേരെ ഇപ്പോൾ ഞാൻ 11 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ പോകാൻ പറ്റും. 11 പേര് സെലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡൺ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും. ആ ഗ്രൂപ്പിൽ നമുക്കൊരു പേര് വേണമെങ്കിൽ ജസ്റ്റ് കൊടുക്കാം. നമുക്കൊരു ABC എന്നൊരു പേര് കൊടുക്കാം. ഓക്കെ, ആ ഗ്രൂപ്പ് സേവ് ആയി കഴിഞ്ഞു. ഇതിലിനി നമുക്ക് സ്റ്റാർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും വീഡിയോ കോൾ പോകാൻ പറ്റും.
അപ്പോൾ ഇവിടെ 11 പേര് സെലക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മളും കൂടി കൂട്ടിയിട്ട് 12 പേരെ വരെ കോൾ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും കൂടി ഒരുമിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓരോ കോൺടാക്ട്സ് എടുക്കുക, നേരെ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് 12 പേരെ ഒരുമിച്ച് വിളിക്കണമെങ്കിൽ എത്ര പേരാണോ വിളിക്കേണ്ടത് ഇവിടെ ക്രിയേറ്റ് ഗ്രൂപ്പ് അടിച്ചുകൊണ്ട് അത്രയും കോൺടാക്ട്സ് ആഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ വിളിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കോൾ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ ലൈറ്റ് മോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ലൈറ്റ് കുറഞ്ഞ സാഹചര്യത്തിലും നല്ലൊരു വീഡിയോ ക്വാളിറ്റി കിട്ടുന്നൊരു മോഡാണിത്. അത് ഓൺ ചെയ്ത് നന്നാവും. അതുപോലെ തന്നെ ഡാറ്റ സേവിങ് മോഡ്. അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോ ക്വാളിറ്റി അഡ്ജസ്റ്റ് ആവും. വലിയൊരു വീഡിയോ ക്വാളിറ്റിയിൽ ചെറിയൊരു കുറവ് വരുമെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ഡാറ്റ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ ഫോണിൽ ഇൻ്റർനെറ്റൊക്കെ കുറവാണെങ്കിൽ ഈ ഒരു മോഡ് ഓപ്പൺ ആക്കിക്കൊണ്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഓരോ തീം ചൂസ് ചെയ്യാൻ പറ്റും. രാത്രിയൊക്കെ ആണെങ്കിൽ ഡാർക്കിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് വലിയൊരു പ്രയാസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാവുന്നുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ. അധികം ഒന്നും പ്രയാസമായിട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഡുവോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.